മുറ്റടിച്ചില്ലേലും കുഴപ്പമില്ല. ഞങ്ങളിവിടെ ക്യാമ്പിലാണ് ഗൈസ്. എന്ത് വിധി ഇത്. ക്ലീൻ ആണോ? ക്ലീൻ ആണ്. രണ്ടുപേര് പോയി കണ്ട് ഐസ് ക്ലീൻ ചെയ്യും. രണ്ടുപേര് പോയി ഐസ് ക്ലീൻ ചെയ്യും. ആറുവാലിയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് അഫ്സൽ അലയൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നടന്നുങ്ങാണ്ട് പെഹൽഗാം പോകണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് വിടുന്നില്ല. നിങ്ങൾ ഒരിക്കലും പോകരുത്. കാരണം ഉരുൾപൊട്ടലൊക്കെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് മഞ്ഞില്ലേലും നല്ല ഐസിൻ്റെ വലിയ കട്ടകളുണ്ടാവും. അപ്പോൾ അത് ഉരുണ്ട് വരും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് ഞങ്ങൾ അവിടെ നിർത്തി. ഇതിൻ്റെ ഓണർ തന്നെ അവിടെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഫുഡ് മട്ടൺ ഇന്ന് വൈകുന്നേരത്തെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വരും. അതുപോലെ തന്നെ നിങ്ങൾ റൂമിൻ്റെ പൈസയൊന്നും തരണ്ട, ഇന്നിവിടെ നിന്നിട്ട് പോയാൽ മതി. എന്നിട്ട് നാളെ നമുക്ക് ഈ മഞ്ഞൊക്കെ റോട്ടിൽ അവർ ഒഴിവാക്കുമെന്ന് നോക്കാം. അതല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഒരാൾ നിങ്ങളെ പെഹൽഗാം വരെ നടന്ന് നമുക്ക് ഇറങ്ങാം. എന്നിട്ട് അവിടെ എത്തിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നോളാം. അല്ലാതെ ഇന്നൊരിക്കലും പോകരുതേ എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളിവിടെ ഒരു ക്യാമ്പിലൊക്കെ വെക്കുന്നത് പോലെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്, ഇന്ന് പോകരുതേ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങളെല്ലാവരും പാടെ വെറുതെ ഇരിക്കുകയാണ് അവിടെ. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ട് മുതൽ എൻട്രൻസ് വരെ ഇവരെപ്പോഴും ഇങ്ങനെ മഞ്ഞ് നീക്കും. ഇപ്പോൾ മഞ്ഞിൻ്റെ വീഴ്ചയൊന്നുമില്ല. അപ്പോൾ ഈ ഐസൊക്കെ ഇങ്ങനെ നീക്കിയാണ്ട് അവരവിടെ ക്ലീൻ ആക്കും. ഞങ്ങൾ വെറുതെ ഇരിക്കുകയാണല്ലോ. ഓരോ പണി ഓരോരുത്തർ ഓരോ സ്ഥലത്ത് പോയാണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു ക്യാമ്പിലൊക്കെ പോയൊരു ഫീലാണ്. ഇവിടെ നെറ്റ്വർക്കൊന്നും ഇല്ലേനും പിന്നെ നമ്മൾ ഫ്രീ ആണ്. നമ്മൾ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഫ്രീ ആണ്. ജൽദി കരോ. ഇന്ന് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. നമ്മളിവിടെ ഫുഡ് ഫ്രീ ആണ്, റൂം ഫ്രീ ആണ്. പക്ഷെ പണിയെടുക്കണം. ഈ പണി ഇവിടെ ഐസ് മാറ്റണം. ഐസ് മാറ്റാനുള്ള പണി അഫ്നാനാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ വെള്ള കണ്ണിട്ടാണ് സിയാദ് ഇപ്പൊ ക്ലീൻ ചെയ്ത് റൂം 2 ക്ലീൻ ചെയ്തിരിക്കുകയാണ്. കുറച്ചേരം ഐസിൽ നിന്നുള്ള അവസ്ഥ ഇതാണ്. പിന്നെ ഫുള്ള് ഇതുപോലെ മൂടി കിടക്കേണ്ടി വരും. ഇവിടുത്തെ ചോളത്തിൻ്റെ സ്റ്റെമ്മും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇതുപോലെയാണ്, ഹൈറ്റിലാണ്. കാരണം ഹൈറ്റിൽ വെക്കാൻ കാരണം ഇതുപോലെ സ്നോ വീണ് കഴിഞ്ഞാൽ അത് അടിയിൽ പോവും. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ വെക്കുന്നത്. ഇതാ മരത്തിൻ്റെ മുകളിലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. നാം ക്യാ ഹൈ? സാക്കിബ്. അസ്സലാമു അലൈക്കും. तुम्हारा? You don't like the lights, but it's camera time. Said take the picture, but you rolled your eyes. Now I'm mortified and still terrified. ഇതാണ് ഇവിടുത്തെ സിറ്റി, അതായത് ചെറിയൊരു ടൗണ്. ഇത്രയും ഇവിടെ മഞ്ഞ് കൂടി നിൽക്കാൻ കാരണം ഇതിൻ്റെ റൂഫിൻ്റെ മുകളിൽ നിന്ന് മഞ്ഞ് ഇങ്ങോട്ട് കട്ടായിട്ട് ഒഴുകി വന്ന് നിലത്ത് വീഴും. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും കട്ടി വരുന്നത്. ഒരു ഷേപ്പൊന്നും ഇല്ലാതെ കിടക്കുന്നത് അതുകൊണ്ടാണ്. പലപ്പോഴായിട്ടും ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അപ്പോൾ നടന്നു പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ റൂഫിനോട് അല്ലെങ്കിൽ ചാരി നിന്ന് നടക്കുക. അതല്ല ഇങ്ങനെ സെൻറ്ററിൽ നടക്കുകയാണെങ്കിൽ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ മാറിയേക്കണം. അതല്ലെങ്കിൽ നല്ല ഐസായിരിക്കും മേലെന്ന് വന്ന് വീഴുക. അതുപോലെ വന്ന് വീണുകൊണ്ടിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇവിടെ നടന്നു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഐസ് എടുത്തിട്ടുണ്ട്, ഒരു വഴി പോലെ ആക്കിയിട്ടുണ്ട്. അടിയിൽ നല്ല ഉറച്ച ഐസാണ്. മുകളിൽ മാത്രമേ കുറച്ച് ഐസ് ഉറപ്പില്ലാതെ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നല്ല ഉറച്ച് പോയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയൊരു ടൗൺ എന്ന് പറയുന്നത്.
ചെറിയ കടകളും എല്ലാ കടകളൊന്നും ഇപ്പോൾ ഓപ്പൺ അല്ല. നല്ല സീസൺ വരുമ്പോൾ ഓപ്പൺ ആകും. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഫോറിൻസൊക്കെ കുറവല്ലേ, അപ്പോൾ കുറേ ഷോപ്പുകൾ അടച്ചിട്ടിരിക്കുകയാണ്. അതൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. ഈ ടൂറിസ്റ്റ് ആ ഒരു പേർക്ക് വേണ്ടിയുള്ള ചായയും ഫുഡൊക്കെ തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇവിടെ. പിന്നെ അവർക്ക് ജീവിക്കാനുള്ള കുറച്ച് ഷോപ്പുകളും ഒക്കെ കാര്യങ്ങളുമായിട്ടുണ്ട്. വേറെ ഒന്നുമായിട്ടും കാര്യമായിട്ട് ഇവിടെ ഒന്നുമില്ല. हाय अंकल। ठीक ठाक। हाँ ठीक ठाक। सॉरी ठीक ठाक है। हाँ हाँ अब ठीक है। ठीक है मजा आया कि नहीं? मज़ा है। स्नोफॉल बना नुकसान इसने बहुत करा। हाँ 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 डैमेज बहुत करा, दरख्त का बहुत डैमेज हो गया। हाँ हाँ ഓക്കെ ടീക്കേ. പുള്ളി പറയുന്നത് ഡാമേജൊക്കെ ആക്കി. പിന്നെ ഇവരിത് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല, ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഇതാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ. ഇപ്പോൾ സ്നോഫോളാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലേക്കായിട്ട് സ്നോ വരുമെന്ന് ആരും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. പെട്ടെന്ന് വരെ ആ ഒരു വെതർ ഡയറക്റ്റ് പെട്ടെന്ന് പറയായിരുന്നു ഇങ്ങനെ ഇന്ന് സ്നോ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ആരും എക്സ്പെക്റ്റ് ചെയ്യാത്തതുകൊണ്ട് കാരണം കുറേ ഡാമേജൊക്കെ ആയി എന്നാണ് പറയുന്നത്. മട്ടൺ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് സ്പെഷ്യൽ മട്ടനാണ്. കശ്മീരി മട്ടൻ. ഇത് നമുക്ക് വേണ്ടി ഡാൽ കറി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിലാൽ ഭായ്. നാളത്തേക്കുണ്ട് മട്ടൻ. രണ്ടെണ്ണം കൂടി ഉണ്ട്. ബിലാൽ ഭായി ഒരു നല്ല ഷെഫ് മാത്രമല്ല, നല്ലൊരു കലാകാരനാണ്. അദ്ദേഹം നന്നായിട്ട് ഫ്ലൂട്ടും അതുപോലെ ഗിറ്റാറൊക്കെ വായിക്കും. പിന്നെ നന്നായിട്ട് നല്ല കശ്മീരി സോങ്ങും ഹിന്ദി സോങ്സൊക്കെ അദ്ദേഹം നന്നായിട്ട് പാടുകയും ചെയ്യും. पास आऊं तो बढ़ती है बेताबियां, हो न जाए कहीं तू मुझसे जुदा, हो न जाए कहीं तू मुझसे जुदा. ജിയാദ് ഫോൺ ഒരു ലോകം എനിക്ക് വാട്സപ്പിൽ അയക്കാണ്, ഡോക്യുമെന്റ് അയക്കാനാ. വേണ്ട അയച്ചിട്ടാ പോയി. അതിന്റെ നമ്പർ സേവ് നോക്കാം.
വാട്സപ്പ് കൊടുത്തുണോ? എവിടാ? എല്ലാവർക്കും സ്നേഹവും സന്തോഷവും മാത്രം. ഇനി കാണുന്നവരേക്കും ബൈ.